EPFOയുടെ ഹയർ പെൻഷന് വേണ്ടി അപേക്ഷിക്കുന്നതിനുള്ള സമയമാണ് ഇപ്പോൾ. 2014 സെപ്റ്റംബർ 1 മുൻപേ ജോലിയിൽ പ്രവേശിച്ച് ഇപ്പോൾ ജോലിയിൽ കണ്ടിന്യൂ ചെയ്യുന്ന ആളുകൾ, അതേപോലെ 2014 സെപ്റ്റംബർ 1 ശേഷം റിട്ടയർ ആയ ആളുകൾ, ഇവർക്കെല്ലാം ഇപ്പോൾ ലിങ്ക് അപേക്ഷിക്കാൻ സാധിക്കും. മാർച്ച് 3 വരെയായിരുന്നു നമുക്ക് അതിന് ടൈം തന്നിട്ടുണ്ടായിരുന്ന സുപ്രീം കോടതിയുടെ വിധി പ്രകാരം. എന്നാൽ 2 മാസം കൂടിയും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് നമുക്ക് മെയ് മാസം 3-ാം തീയതി വരെ നമുക്കിപ്പോൾ അപേക്ഷിക്കാൻ സമയമുണ്ട്. എങ്കിൽ കൂടി നമ്മൾ ലാസ്റ്റ് ഡേറ്റിന് വേണ്ടി കാത്തിരിക്കേണ്ട, നമുക്ക് ഇപ്പോൾ തന്നെ അപേക്ഷിച്ച് തുടങ്ങാം. വളരെ ഈസി പ്രോസസ്സാണ്. 2 ഡോക്യുമെന്റുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടത്, അത് ഒന്ന് നമ്മുടെ എംപ്ലോയറുടെ കയ്യിൽ നിന്നാണ് വാങ്ങിച്ചു വെക്കേണ്ടത്, ഒന്ന് നമ്മൾ തന്നെ ഫില്ല് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരാം. അതേപോലെ തന്നെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഞങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് അത് ഉപയോഗിക്കാൻ സാധിക്കും. നമുക്ക് 2 ആപ്ലിക്കേഷൻ കൂടി വേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്ക് ഈ പ്രോസസ്സ് എല്ലാം സുഗമമാക്കി നടക്കുന്നതിന് വേണ്ടിയിട്ട് 2 മൊബൈൽ ആപ്ലിക്കേഷൻ കൂടി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട്. എല്ലാ ഡീറ്റെയിൽസും നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് ഫില്ലപ്പ് ചെയ്യുന്നതിന് മുമ്പേ ഈ കാണുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും നമ്മളൊരു പേപ്പറിലേക്ക് എഴുതി വയ്ക്കുക. നമ്മുടെ UAN നമ്പർ, ആധാർ നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത്, PFൻ്റെ ബാലൻസ്, അതായത് എംപ്ലോയി ഷെയറും അതുപോലെ എംപ്ലോയി ഷെയറും കൂടി ചേർത്തുള്ള ബാലൻസ്, ഒരു ഇമെയിൽ അഡ്രസ്സ്. അപ്പോൾ നമുക്ക് ഇമെയിൽ അഡ്രസ്സ് ഇല്ലെങ്കിൽ നമുക്ക് വേറെ ആരുടെയെങ്കിലും ഇമെയിൽ അഡ്രസ്സ് ടെമ്പററി ആയിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ വേണം, നമുക്ക് OTP മെസ്സേജ് വരുന്നതിന് വേണ്ടിയിട്ട്. അതേപോലെ ബാങ്ക് അതിൻ്റെ അക്കൗണ്ട് നമ്പറും IFSC കോഡ്. ഇനി നമുക്ക് എംപ്ലോയറുടെ ഒരു പെർമിഷൻ ഡോക്യുമെൻറ്റ് വേണം, അതുപോലെ എംപ്ലോയിയുടെ ഒരു അണ്ടർടേക്കിംഗ് ഡോക്യുമെൻറ്റ് വേണം. പിന്നെ നമുക്ക് നമ്മുടെ ടോട്ടൽ ബാലൻസ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ PFൻ്റെ പാസ്ബുക്കും കൂടെ നമുക്ക് ഇതിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ അപ്ലോഡ് ചെയ്യേണ്ട എല്ലാ ഡോക്യുമെൻറ്റും നമുക്ക് 250 KB താഴെയാണ് വേണ്ടത്. ഇനി നമുക്ക് 2 ആപ്ലിക്കേഷൻ കൂടി നമ്മുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യണം, ഉമംഗ് ആപ്ലിക്കേഷനും ഡോക്യുമെൻറ്റ് സ്കാനറും. അപ്പോൾ ഇതേപോലെ ഒരു അണ്ടർടേക്കിംഗ് ഡോക്യുമെൻറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെക്കണം. അതായത് നമ്മുടെ പേരും അഡ്രസ്സും കാര്യങ്ങളും എഴുതാം, UAN നമ്പർ എഴുതുക, അതേപോലെ തന്നെ നമ്മൾ സ്ഥാപനത്തിൻ്റെ പേര് നമ്മൾ അവിടെ എഴുതി കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഈ രീതിയിലൊരു അണ്ടർടേക്കിംഗ്, ഇതിൻ്റെ ഒരു ഫോർമാറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഒരു ഫോർമാറ്റ് നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് ഡീറ്റെയിൽ ഫില്ല് ചെയ്യാം, അതേപോലെ താഴെ നമ്മുടെ പേരും ഒപ്പും എഴുതുക. അപ്പോൾ ഇത് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മുടെ ജോയിൻറ്റ് ഡിക്ലറേഷൻ അണ്ടർ പാരഗ്രാഫ് 26/6 എന്ന് നമുക്ക് കൊടുക്കേണ്ട ഒരു ഫോം ഉണ്ട്. ഇത് നമ്മുടെ എംപ്ലോയറാണ് തരേണ്ടത്. ഇത് റെഫറൻസിന് വേണ്ടി മാത്രമാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇതേപോലത്തെ ഒരു ഫോം നിങ്ങളുടെ എംപ്ലോയറുടെ നിന്ന് വാങ്ങിച്ചതിന് ശേഷം നമ്മൾ അതും കൂടെ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. 2 സ്ഥലങ്ങളിൽ നമുക്ക് അതും കൂടെ അറ്റാച്ച് ചെയ്തുകൊണ്ട് കൊടുക്കണം. അപ്പോൾ ഇതിൽ നമ്മുടെ എംപ്ലോയറുടെ സൈന് വേണം, സീല് വേണം, ഇത്രയും കാര്യങ്ങൾ വേണം. ഇനി നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഒരു ഡോക്യുമെൻറ്റ് സ്കാനർ എന്നുള്ളൊരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ ഈ ഒപ്പിട്ട ഡോക്യുമെൻറ്റും കാര്യങ്ങളും സ്കാൻ ചെയ്തിട്ട് നമുക്ക് തിരിച്ച് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്കതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വളരെ ചെറുതാക്കി കൊണ്ടുവരാനും പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്പാണിത്. അപ്പോൾ ഇതേപോലെ നമ്മുടെ സൈൻ ചെയ്തൊരു ഡോക്യുമെൻറ്റ് നിങ്ങൾ സ്കാൻ ചെയ്യാം. നമുക്ക് ഇതേപോലെ അതിൻ്റെ 4 പുറവും കാണുന്ന ബ്ലൂ സ്ക്രീൻ നമുക്ക് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റ് നമുക്ക് പെർഫെക്റ്റ് നമുക്കൊരു ഫോട്ടോ കോപ്പി എടുക്കുന്ന രീതിയിൽ, സ്കാൻ ചെയ്യുന്ന രീതിയിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഏറ്റവും താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ ഷെയർ ചെയ്യാം അല്ലെങ്കിൽ സേവ് ചെയ്യാം. ഓക്കെ, ഇവിടെ അതിൻ്റെ കംപ്രസ് എന്ന് കണ്ടില്ല ഏറ്റവും താഴെ വലത് ഭാഗത്ത്, ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ സൈസ് ഇപ്പോൾ ഇത് 558 KB ആണ് സൈസ്. അപ്പോൾ ഇതിൻ്റെ കംപ്രസ് നമുക്ക് ലോ കംപ്രഷൻ കൊടുക്കുമ്പോൾ നമുക്ക് 200 KB ആയിട്ട് കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതേ രീതിയിൽ കുറയ്ക്കാൻ ഈ ഒരു ആപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. അല്ലെങ്കിൽ ഗൂഗിൾ എടുത്തിട്ട് ജസ്റ്റ് PDF കംപ്രസർ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ കംപ്രഷനും കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് 2 കാര്യം ഒറ്റ ആപ്പിൽ തന്നെ നടക്കും. അതിനുശേഷം നമുക്കിത് ഷെയർ ചെയ്തിട്ട് നമ്മുടെ മെയിലിലേക്ക് അയച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ഡോക്യുമെൻറ്റും അതായത് നമ്മുടെ എംപ്ലോയർ തരുന്ന ഡോക്യുമെൻറ്റും നമ്മുടെ എംപ്ലോയി സൈൻ ചെയ്യുന്ന ഡോക്യുമെൻ്റ് എല്ലാം ഇതേപോലെ ചെയ്തു കൊടുക്കാം. ഇനി നമുക്ക് ഉമംഗ് എന്നൊരു ആപ്പ് കൂടെ ഇൻസ്റ്റാൾ ചെയ്യണം. ഇത് നമ്മൾ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാസ്ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഉമംഗ് ആപ്പ് വഴി നമ്മുടെ പാസ്ബുക്ക് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ ചെറിയ സൈസിലായിട്ട് ഡിഫോൾട്ടായിട്ട് നമുക്ക് സൈസ് കുറവാണ്. പിന്നെ നമ്മൾ അതിനെ കംപ്രസ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഇപ്പോൾ 2010 തൊട്ടിട്ടുള്ളൊരു ഡോക്യുമെൻറ്റ് നമുക്കിതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പാസ്ബുക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇതിൽ ഏറ്റവും താഴെ നിങ്ങൾക്ക് ഡൗൺലോഡ് പാസ്ബുക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് വെച്ച് നമ്മൾ ഇത് ഡൗൺലോഡ് ചെയ്യാം. ഈ ഡൗൺലോഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു PDF ബൈൻഡർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് വ്യൂ ചെയ്യാവുന്നതാണ്. ഇത് വലതുവശത്ത് 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഫയലും കൂടെ നമുക്ക് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് മെയിലിലേക്ക് അയച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഗൂഗിൾ എടുത്ത് EPFO മെമ്പർ ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം വരുന്ന വെബ്സൈറ്റ് യൂണിഫൈഡ് പോർട്ടൽ.
ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ നമുക്ക് ഈ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ, ഇതാണ് നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ലിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇവിടെ നിന്ന് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ UIN നമ്പർ അടിക്കുക, പാസ്വേഡ് അടിക്കുക, താഴെ കാണുന്ന ക്യാപ്ച കോഡ് കൊടുത്ത് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ പാസ്വേഡ് കാര്യങ്ങൾ മാറ്റാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാത്തവർ പാസ്വേഡും കാര്യങ്ങളും മാറ്റി വരിക. ഇനി ഇവിടെ ഇടതുഭാഗത്ത് മാനേജിൽ ബേസിക് ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് നമ്മുടെ പേരും ആധാർ നമ്പറും എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പേരും കാര്യങ്ങളും ശ്രദ്ധിക്കുക. അപ്പോൾ പേരിൻ്റെ ഇടയിൽ സ്പേസ് ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇനീഷ്യലൊക്കെ ഏത് രീതിയിലാണ് ടൈപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കറക്റ്റായിട്ടൊന്ന് നോക്കി വയ്ക്കുക. കാരണം ഇതേ രീതിയിൽ തന്നെ വേണം നമ്മൾ ഓൺലൈൻ ലിങ്ക് കൊടുക്കുമ്പോഴും നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്, എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോവുകയുള്ളൂ. അതേപോലെ തന്നെ ഇതിൻ്റെ വലതുവശത്ത് നിങ്ങൾ ആധാർ വെരിഫൈഡ് ഡെമോഗ്രാഫിക് എന്നുള്ള ഗ്രീനിൽ കാണിക്കണം. അതുപോലെ ബാങ്ക് അക്കൗണ്ട് നമ്പർ സിങ്ക് ചെയ്തിരിക്കണം, ഇമെയിൽ അഡ്രസ്സ്, ഇതെല്ലാം ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക. കാരണം ഇതെല്ലാം ചെയ്താൽ മാത്രമാണ് നമുക്കിത് മുന്നോട്ട് കറക്റ്റായിട്ട് പോകാൻ പറ്റുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ഈ നോമിനേഷനും നമ്മളെല്ലാവരും സക്സസ്ഫുൾ ആയിട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഇതൊന്നും ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതെല്ലാം തീർച്ചയായിട്ടും ഇതെല്ലാം ചെയ്തതിന് ശേഷം മാത്രം മുന്നോട്ട് പോവുക. ഇനി നമുക്ക് നമ്മുടെ ലിങ്ക് അപ്ലൈ ചെയ്യുന്നതൊന്ന് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് വന്ന് ലിങ്ക് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് ഇടതുഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലിങ്ക് സെലക്ട് ചെയ്യാനുള്ളതുണ്ട്. അതായത് 2014 മുന്നേ ജോയിൻ ചെയ്ത ആളുകളും ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്ന ആളുകളും അതേപോലെ ഇപ്പോൾ എക്സിറ്റ് ആയ ആളുകൾക്കെല്ലാം നമുക്ക് ഈ ഒരു ലിങ്ക് വെച്ചിട്ട് അപേക്ഷിക്കാൻ സാധിക്കും. ഇനി നമ്മളിവിടെ കൊടുക്കേണ്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നമ്മുടെ UIN നമ്പർ. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ആദ്യം ഒന്നൊരു പേപ്പറിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള ഫോമും കാര്യങ്ങളും ഫില്ല് ചെയ്ത് പോകാൻ സാധിക്കും. വളരെ സിമ്പിളായിട്ടൊരു പ്രോസസ്സാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇതേപോലെ ഫില്ല് ചെയ്യുക. പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, UIN നമ്പർ, നമ്മുടെ ആധാർ നമ്പർ. അതേപോലെ നമ്മുടെ ആധാർ നമ്പർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ മസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ആ നമ്പറും കൂടി ഇവിടെ കൊടുക്കണം. ഇനി നമുക്കിവിടെ താഴെ കാണുന്ന ക്യാപ്ച കോഡ് കൊടുക്കുക. ഈ ക്യാപ്ച നമുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന റീഫ്രഷ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ക്യാപ്ച മാറി വരുന്നതായിരിക്കും. ഇനി നമുക്കിവിടെ മൊബൈലിലേക്ക് വരുന്ന OTP കൂടെ കൊടുത്ത് നമുക്ക് വാലിഡേറ്റ് OTP എന്ന് കൊടുക്കുക. ചെറിയൊരു ടൈം വെയിറ്റ് ചെയ്യേണ്ടി വരും. അത് നമ്മുടെ നെറ്റിൻ്റെ ഇതൊക്കെ നോക്കിയിട്ടാണ്. അപ്പോൾ അധികം പ്രശ്നമൊന്നും വരുന്നില്ല. മുമ്പത്തെ പോലെ അത്ര സ്ലോയും ഇഷ്യൂസും കാര്യങ്ങളൊന്നും തന്നെ വരുന്നതല്ല. ഇനി ഇവിടെ ഈ ടിക്ക് മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഡീറ്റെയിൽസ് എല്ലാം ഫെച്ച് ചെയ്ത് ഇതേപോലെ വരുന്നതായിരിക്കും. നമുക്ക് നമ്മുടെ മെമ്പർ ID, അതുപോലെ ഡേറ്റ് ഓഫ് ജോയിനിങ് FPS, ഡേറ്റ് ഓഫ് ജോയിനിങ് എക്സിറ്റ് FPS, ഡേറ്റ് ഓഫ് ജോയിനിങ് EPS. അപ്പോൾ ഇതിനാണ് ഞാൻ നേരത്തെ നമ്മൾ ആദ്യം തുറന്നു വെച്ചത്. നമ്മൾ ജസ്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ മാനേജിൽ നമ്മുടെ സർവീസ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ വ്യൂവിൽ സർവീസ് ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ കൃത്യമായിട്ട് കാണാൻ സാധിക്കും നമ്മുടെ ഡേറ്റ് ഓഫ് ജോയിനിങ് EPS എന്നാണ് കാര്യം ഡീറ്റെയിൽ എല്ലാം ഉണ്ടായിരിക്കും. ഇവിടെ നമ്മൾ FPS ആളുകൾ നമ്മൾ 16/11/95 മുമ്പ് ജോയിൻ ചെയ്ത ആളുകൾക്ക് അവർ ജോയിൻ ചെയ്ത ഡേറ്റ് അവിടെ കൊടുക്കാം. അതുപോലെ ഡേറ്റ് ഓഫ് എക്സിറ്റ് FPS എന്നുള്ളത് 15/10/95 കൊടുക്കാം. അപ്പോൾ നോർമലി വേറെ ഒന്നും തന്നെ ഫില്ല് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതേപോലെ അഡീഷണൽ ആയിട്ട് എൻട്രികൾ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്തിട്ട് ഇതേപോലെ ആഡ് റോ കൊടുത്ത് ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ നമ്മുടെ ഇമെയിൽ ID താഴെ കൊടുക്കുക. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പർ കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് നമ്പർ കൊടുക്കുക, IFSC കോഡ് കൊടുക്കുക. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് ആണുള്ളത്. ഇതായിരിക്കും നമുക്ക് നോർമലി ചെറിയൊരു ബുദ്ധിമുട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എല്ലാവരും കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ളത്. ഇവിടെ നമുക്ക് പറയുന്നത് അതായത് 1/6/2001 മുമ്പേ പ്രയർ ടു 1/6/2001 ആ ഒരു ക്വസ്റ്റ്യൻസിൽ നമുക്ക് 5000 രൂപയുടെ മുകളിൽ ബേസിക് സാലറി ഉണ്ടായിരുന്ന സമയത്ത് നമ്മുടെ കമ്പനി കോൺട്രിബ്യൂഷൻ തന്നിരുന്നോ, ആ ഒരു 12% തന്നിരുന്നുള്ള ക്വസ്റ്റ്യനാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ നമ്മുടെ കമ്പനിയിൽ നിന്ന് മേടിക്കുന്ന ആ ഒരു പെർമിഷൻ്റെ ആ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളൊന്ന് യെസ് ടിക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഒരു കോപ്പി അപ്ലോഡ് ചെയ്യണം. അതേപോലെ തന്നെ അതിൻ്റെ സൈസ് നമ്മൾ ശ്രദ്ധിക്കുക. 250 KB ആണ് മാക്സിമം അലോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഡോക്യുമെൻറ്റ് സ്കാനർ വെച്ചിട്ട് നമുക്ക് PDF കംപ്രസറൊക്കെ വെച്ചിട്ട് നമുക്ക് അത് മാക്സിമം ഒരു 250 KB തന്നെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതേപോലെ നമ്മൾ ഫയൽ നെയിമിൽ ഇപ്പോൾ പെർമിഷൻ സ്പേസ് എന്നുള്ള ഒരു സ്പേസ് കൊടുത്ത് സുരേഷ് എന്നുള്ളത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ സ്പേസ് ഇല്ലാണ്ട് തന്നെ കൊടുക്കുക, എന്നാൽ മാത്രമായിരിക്കും നമുക്കിത് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ അതേപോലെ 6500 രൂപയുടെ മുകളിൽ നമുക്ക് ബേസിക് സാലറി ഉണ്ടായ സമയത്ത് തന്നോ എന്നുള്ളതാണ്. അപ്പോൾ അതിനും നമ്മൾ നമ്മുടെ ഈ സെയിം പെർമിഷൻ കമ്പനി തരുന്ന ആ ഒരു പെർമിഷൻ്റെ തന്നെയാണ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ളത്. അതായത് ഈ പാരഗ്രാഫ് 26/6 ആ ഒരു EPS സ്കീമിൽ പറയുന്ന ആ ഒരു ഇത് ലെറ്റർ ഹെഡ് വെച്ചിട്ടുള്ള അതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്.
അത് നമ്മളൊന്ന് അപ്ലൈ ചെയ്യാം. ഇനി നമ്മുടെ പി എഫിൻ്റെ ബാലൻസും കാര്യങ്ങളാണ് ചോദിക്കുന്നത്. നമുക്കത് ഉണ്ടോ, നമ്മൾ എത്ര രൂപ ബാലൻസ് ഉണ്ട് എന്നും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പെർമിഷനും കൂടി നമ്മളിവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ പി എഫ് ബാലൻസ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പാസ്ബുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ 3 രീതിയിൽ നമ്മുടെ ഷെയറുകൾ കാണാൻ സാധിക്കും. ഒന്ന് നമ്മൾ എംപ്ലോയി ഷെയർ, നമ്മൾ കൊടുക്കുന്ന കാശ് 12%, അത് എത്ര രൂപ ഉണ്ട് എന്ന് നോക്കി. അതുപോലെ നമുക്ക് നമ്മുടെ എംപ്ലോയർ തരുന്ന കാശിൻ്റെ 8.33 ഇതിലേക്ക് പോവും, പെൻഷൻ ഫണ്ടിലേക്ക് പോവും. ബാക്കി വരുന്ന എംപ്ലോയർ ഷെയർ എത്ര ഉണ്ടെന്ന്. അപ്പോൾ ഈ ഒരു എംപ്ലോയി ഷെയറും എംപ്ലോയർ ഷെയറും പെൻഷൻ ഫണ്ട് നമ്മൾ നോക്കണ്ട, ഈ 2 ഷെയർ മാത്രം ആഡ് ചെയ്തിട്ട് ആ ഒരു തുകയാണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ തുക കൊടുക്കുമ്പോൾ നമ്മളതിന് റെഫറൻസ് ആയിട്ട് നമ്മുടെ പാസ്ബുക്കും കൂടെ നമുക്കിതിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് എക്സിറ്റ് ആയ ആളുകൾ, റിട്ടയർ ആയ ആളുകൾ ഈ ഒരു പാസ്ബുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരില്ല, കാരണം അവർക്കവിടെ ബാലൻസ് ഉണ്ടായിരിക്കുന്നതല്ല. ഇനി നമ്മുടെ ലാസ്റ്റ് വൺ, വെദർ ദ മെമ്പർ ഈസ് ഗിവ് അണ്ടർടേക്കിംഗ് ഡിപ്പോസിറ്റ് കോൺട്രിബ്യൂഷൻ അലോങ് വിത്ത് ഇൻട്രസ്റ്റ് ഡ്യൂ ടിൽ ഡേറ്റ്. ലാസ്റ്റ് എംപ്ലോയർ വഴി നമുക്ക് ഇതിൻ്റെ കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനാണ് നമ്മൾ നേരത്തെ ആദ്യം കാണിച്ച അണ്ടർടേക്കിംഗ് എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് നമ്മുടെ പേരും ഒപ്പും കാര്യങ്ങളെല്ലാം ഇട്ട് അതും കൂടെ സ്കാൻ ചെയ്ത് 250 KB താഴെ ആക്കി നമ്മൾ അതും കൂടി ഇതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ പ്രൂഫും കൂടെ നമ്മൾ അപ്ലോഡ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അണ്ടർടേക്കിങ്ങിൻ്റെ ഇതും കൂടി അപ്ലോഡ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഇനി ഇവിടെ നമ്മൾ താഴെ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യം നമ്മളൊരു ഡിക്ലറേഷൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് ജഡ്ജ്മെൻറ്റിൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഈസ് എംപവേർഡ് ടു അമെൻഡ് ദ സ്കീം ആസ് ഇറ്റ് മേ ഡീം ഫിറ്റ്. സെൻട്രൽ ഗവൺമെൻറ്റിന് പവർ ഉണ്ടായിരിക്കും എന്തെങ്കിലും ചേഞ്ചസ് ഈ ഒരു സ്കീമിൽ വരുത്താനും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് എല്ലാമാണ് പറയുന്നത്. അത് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ കാര്യങ്ങൾ ജസ്റ്റ് ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ പറയുന്നത്. ഇനി നമ്മളിവിടെ ഈ ഒരു കോട്ടയം എന്ന് ഞാൻ കൊടുക്കാൻ കാരണം, ഇപ്പോൾ നമ്മൾ എവിടെയാണോ നിങ്ങളുടെ PF ഏത് ഓഫീസിലാണോ അടയ്ക്കുന്നത് ആ ഒരു പ്ലേസ് നെയിമാണ് നിങ്ങളിവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയും കൊടുത്ത് സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് കോപ്പി കാണിച്ചു തരും. നമ്മൾ സബ്മിറ്റ് ചെയ്ത കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് നമുക്ക് ഒന്നുകൂടി ഒരു വെരിഫിക്കേഷൻ നടത്താനുള്ളൊരു ഡ്രാഫ്റ്റ് ഡോക്യുമെൻ്റാണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ജസ്റ്റ് നോക്കി നമ്മൾ ഏറ്റവും താഴെ വീണ്ടും ഒരു കൺസെൻറ്റ് ടിക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഓതറൈസേഷൻ പിന്ന് കിട്ടും. നമ്മുടെ മൊബൈൽ നമ്പറിലേക്ക് വീണ്ടും ഒരു OTP മെസ്സേജ് വരുന്നതായിരിക്കും. ആ OTP മെസ്സേജ് കൂടെ കൊടുത്ത് നമുക്ക് ഫൈനൽ സബ്മിറ്റ് കൊടുക്കുകയാണ് വേണ്ടത്. ഇതാണ് അതിൻ്റെ സ്റ്റെപ്സ്. ഓക്കെ, ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു റെഫറൻസ് നമ്പർ കിട്ടും. നമുക്ക് ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യമാണ് ഒരു അക്നോളജ്മെൻറ്റ് നമ്പർ നമുക്കിവിടെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഡൗൺലോഡ് ചെയ്ത് വയ്ക്കാം. നമ്മൾ അപ്ലോഡ് ചെയ്ത ഡീറ്റെയിൽസും കാര്യങ്ങളും പിന്നീട് EPFO എന്തെങ്കിലും ഒരു കാലത്ത് ചോദിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഒരു സബ്മിറ്റ് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ സേവ് ചെയ്ത് വയ്ക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഇതേപോലെ PDF ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇത് ഡൗൺലോഡ് ചെയ്ത് ഒരു സേഫ് സോണിൽ നിങ്ങൾ സേഫായിട്ട് ഗൂഗിൾ ഡ്രൈവിലോ എവിടെയെങ്കിലും ഒന്ന് സേവ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി തെറ്റാണ്ട് എല്ലാവരും ഫില്ല് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക.